വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. മക്കളെ, ഈ ജുനു സാർ വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററിലെ 4 മാർക്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പം നേരെ വാടാ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഈ ചാപ്റ്ററിലെ ഒബ്സർവ് ദി ഇലിസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ദി ക്വസ്റ്റ്യൻ. ഈ ചിത്രം എല്ലാവരും നോക്കടാ. ഈ ചിത്രം നോക്കി. ഇവിടെ എക്സ് വൈ ടി എന്നൊക്കെ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. എക്സ് എന്താടാ? ഫോസ്ഫേറ്റ്. വൈ എന്താ? ഷുഗർ അല്ലേ, പഞ്ചസാര അല്ലേ. അടുത്ത് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ മോളിക്യൂൾ എക്സ്. എക്സ് ഫോസ്ഫേറ്റ് ധർമ്മം എന്താ? മറ്റു ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കല്ലേ. അടുത്ത് ഡ്രോ ദി ന്യൂക്ലിയോടൈഡ് വിച്ച് ഫോംസ് പെയർ വിത്ത് ഇറ്റ്. അതായത് എക്സ് തന്മാത്രയുടെ പ്രവർത്തനം ഏത് എഴുതി. ഇതിനടുത്ത് ഇതിനോട് ജോഡി ചേരുന്ന ന്യൂക്ലിയോടൈഡിന്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കിക്കോ, ഫസ്റ്റത്തെ ഏതാണ്? ഫോസ്ഫേറ്റ് അല്ലേ, എക്സ് ഫോസ്ഫേറ്റ് അല്ലേ. അടുത്ത് വൈ എന്താ? ഷുഗർ, പഞ്ചസാര അല്ലേ, ഡിയോക്സി റൈബോ ഷുഗർ, DNA ഉള്ളതാണ്. ഓക്കെ, അടുത്ത് ഇതിന്റെ ധർമ്മം എന്താ? എക്സിന്റെ ധർമ്മം എന്താ? പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ബോണ്ട് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ് ടുഗദർ. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ബോണ്ടുകൾ രൂപീകരണത്തിന് പങ്കെടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ടൈമിനായതുകൊണ്ട് ഇവിടെ ആരേക്കാരം? ഡിനിനേക്കാരം. അങ്ങനെ വരയ്ക്കുക, കുഴപ്പമില്ലല്ലോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കിട്ടൂലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പോടാ. ഓക്കെ, ഒബ്സർവ് ദി ഇലിസ്ട്രേഷൻ ഇൻ ദ പ്രോട്ടീസിന്തസിസ്. പ്രോട്ടീസിന്തസിന്റെ ഒരു ചിത്രം തന്നത്. ഇവിടെ സ്റ്റേജ് 1 തന്നു, സ്റ്റേജ് 2 തന്നു. ഇനി അടുത്ത് നെയിം ദ പ്രോസസ് റെപ്രസെന്റഡ് ബൈ ദ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2. അതായത് ഘട്ടം 1 ഘട്ടം 2 തന്നു. ഇതേതാ? ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ. ഇതോ ട്രാൻസ്ലേഷൻ അല്ലേ. ഘട്ടം 1 ഉൽപ്പാദിപ്പിക്കുന്ന ബി എന്ന തന്മാത്രയുടെ പേര് ഇതാ. ഇവിടെ നോക്കടാ, ഇവിടെ സാധനം പോകുന്നുണ്ട്, അതിൻ്റെ പേരാണ് ബി. അപ്പം ഈ സാധനം എന്താടാ? ബി എന്താ? mRNA അല്ലേ. തന്മാത്രയുടെ പേരും ധർമ്മവും എഴുതാൻ. mRNA പേരെന്താ? മെസ്സഞ്ചർ RNA. ധർമ്മം എന്താ? ക്യാരി മെസ്സേജസ് ഫ്രം DNA ടു റൈബോസോം. DNA എന്നുള്ള സന്ദേശങ്ങളെ റൈബോസോമിൽ എത്തിക്കുന്നു. അതല്ലേ ഒരു ധർമ്മം. അത് നമ്മൾ എഴുതി. അടുത്ത് എ എന്ന പദാർത്ഥത്തിന്റെ നിർമ്മാണത്തിൽ tRNA പങ്ക്. എന്താടാ? ഇവിടെ നിന്നൊരു എ ഉണ്ട്. അപ്പൊ എ എന്താണ്? പ്രോട്ടീൻ അല്ലേ. അതിൽ tRNA പങ്കെന്താ? എ പ്രോട്ടീനാ. tRNA പങ്കെന്താ? ശരീരത്തിലെ വിവിധ അമിനോ ആസിഡ്. tRNA ഫുൾ ഫോം ട്രാൻസ്ഫർ RNA. ശരീരത്തിലെ വിവിധ അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. ക്യാരി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ് ടു റൈബോസോം. ആരാ? tRNA. ആ tRNA കഴിഞ്ഞിട്ട് RRN എന്ത് ചെയ്യും? RRNA ഫുൾ ഫോം എന്താ? റൈബോസോമൽ RNA. കമ്പൈൻ അമിനോ ആസിഡ് ടു മേക്ക് പ്രോട്ടീൻ. അമിനോ ആസിഡുകളെ പരസ്പരം ബന്ധിപ്പിച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. നമ്മൾ എഴുതൂലേ. അപ്പോൾ അതിന് ആൻസർ നോക്കാം. സ്റ്റേജ് 1 ട്രാൻസ്ക്രിപ്ഷൻ, സ്റ്റേജ് 2 ട്രാൻസ്ലേഷൻ. അടുത്ത് ബി എന്താ? mRNA ആണ്. ഫംഗ്ഷൻ കണ്ടെയ്ൻ മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അടുത്ത് tRNA എന്താ? ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു ദി റൈബോസോം ബേസ്ഡ് ഓൺ ദ മെസ്സേജ് ഓഫ് mRNA. അടുത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ന പദാർത്ഥം ജീവികളിൽ നിർവഹിക്കുന്ന ഏതെങ്കിലും 2 ധർമ്മങ്ങൾ എഴുതാൻ. റൈറ്റ് എനി ഫങ്ഷൻസ് ഓഫ് പെർഫോം ദ സബ്സ്റ്റൻസ് എ ഇൻ ലിവിങ് ഓർഗാനിസം. എ എന്ന് പറഞ്ഞ പ്രോട്ടീൻ അല്ലേ. അത് നമ്മളെ ജീവികളിൽ, ഇത് കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ട സാധനമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാവുക? ഒന്ന് ഫോർമേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ്. രണ്ടാമത്താണ് കൺട്രോൾ മെറ്റബോളിക് ആക്ടിവിറ്റി. അതായത് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നു, മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ നോക്കിക്കോ, ഘട്ടം 1 ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. mRNA ധർമ്മം DNA പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള സന്ദേശം റൈബോസോമിൽ എത്തിക്കുന്നു. കുഴപ്പമില്ലല്ലോടാ. സെറ്റല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ബൈ എ ജീൻ. അതായത് ജീൻ്റെ പ്രോട്ടീൻ സിന്തസിന്റെ സ്റ്റെപ്സ് തന്നെ ചോദിച്ചത്. നമ്മളിപ്പോൾ പറഞ്ഞത് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. അതന്നെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് 4 മാർക്കിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് മറക്കരുത് കേട്ടോ. ഓക്കെ, ഇതാണ് ഈ മെയിനായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ക്രോസിങ്ങിൻ്റെ ഭാഗമൊക്കെ 4 മാർക്കിനല്ല 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ്. ഇത് 4 മാർക്കിൻ്റെ സെക്ഷനാണ്. ഓക്കെ, പാത്ത് ഓഫ് എവല്യൂഷനിൽ ആദ്യമായി നിങ്ങൾ പഠിക്കേണ്ടി സ്റ്റഡീസ് ഓഫ് ഫോസിൽ റിവീൽ ഓർഗാനിക് എവല്യൂഷൻ അല്ലേ. റിവീൽ ഓർഗാനിക് എവല്യൂഷൻ ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഫോസിൽ പഠനങ്ങൾ ജീവപരിണാമത്തിന് പ്രബലമായ തെളിവുകൾ തരുന്നു. ഈ പ്രസ്താവന വിലയിരുത്തുക പറഞ്ഞു. പ്രസ്താവന വിലയിരുത്താനാണ് പറഞ്ഞു. നമുക്ക് പ്രസ്താവന വിലയിരുത്തി നോക്കാം. എന്താണ് ആ ഫോസിൽ പറഞ്ഞാൽ? ഫോസിൽ പറഞ്ഞാൽ എന്താ? ഫോസിൽസ് ആർ റിമൈൻസ് ഓർ ട്രേസസ് ഓഫ് ആൻഷ്യന്റ് ഓർഗാനിസം. പുരാതന കാലത്ത് ജീവിച്ച ജീവികളുടെ അവശിഷ്ടങ്ങളെയോ അടയാളങ്ങളെ പറഞ്ഞ പേരല്ലേ ഫോസിൽ. അത് കഴിഞ്ഞിട്ട് 3 ബോക്സ് ഇല്ലേ, അതാണ് എഴുതേണ്ടി. ഫസ്റ്റ്, ഓർഗാനിക് എവല്യൂഷൻ ഈസ് എ ഗ്രാജുവൽ പ്രോസസ്. ജീവപരിണാമം ഒരു ക്രമാനുഗത പ്രക്രിയയാണ് എഴുതുക. എന്നിട്ട് അതിന് ഉദാഹരണം നമ്മളെ എന്താ പറയുക, കുതിരല്ലേനോ പണ്ട് കാലത്ത് കുതിരകൾ ഷോർട്ടായിട്ടുള്ള ലെഗല്ലേനോ. നോക്കിക്കോ, ദി ആൻസിസ്റ്റർ ഓഫ് ഹോഴ്സ് ഹാഡ് ഷോർട്ടർ ലെഗ്സ് ദാൻ ദി വൺസ് ഇൻ ദി ഔട്ട് ടൈം. അതായത് എന്താ?
കുതിരകളുടെ പൂർവികരുടെ കാലുകൾ ഇന്നത്തെ കുതിരയേക്കാൾ എന്തായിരുന്നു? ചെറുതായിരുന്നു. അതിന് നമുക്ക് മനസ്സിലായി പണ്ട് കാലത്തെ കുതിരയിൽ നിന്നും ഇന്നത്തെ കുതിരക്ക് വലിയ കാലുകളാണ്. അതിന് കാരണം പണ്ടത്തെ കുതിരയിൽ നിന്നും ഇന്നത്തെ കുതിരക്ക് എന്ത് സംഭവിച്ചു? എവല്യൂഷൻ സംഭവിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓർഗാനിക് എവല്യൂഷൻ ഈസ് എ ഗ്രാജുവൽ പ്രോസസ്. ഓക്കെ, രണ്ടാമത്താണ് ഫോസിൽസ് വിച്ച് ആർ കണക്റ്റിംഗ് റിവീൽ ദ എവല്യൂഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഓർഗാനിസം. അതായത് ചില ഇടനില ഫോസിലുകൾക്ക് എന്തായിരുന്നു? രണ്ട് ജീവികൾ തമ്മിലുള്ള പരിണാമ ബന്ധം. അതിന് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് തന്നില്ലേ, ആർക്കിയോടെറിക്സ്, ഓർമ്മല്ലേ? ഉരകപ്പക്ഷി. സാറ് നമ്മുടെ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ഉരകപ്പക്ഷി എന്താണ്? റെപ്റ്റൈൽസ്. റെപ്റ്റൈൽസ് പറഞ്ഞാൽ എന്താ? നമ്മളെ ഇഴജന്തുക്കളുടെ പാമ്പ്, മുതല, പല്ലി പോലുള്ളതുണ്ട്. ബേഡ്സ്, പക്ഷികളുടെ ഫീച്ചേഴ്സ് ഉള്ള എന്താണ്? ആർക്കിയോടെറിക്സ്. എന്താണ്? ഉരകപ്പക്ഷി എന്നറിയപ്പെടുന്ന ആർക്കിയോടെറിക്സ്. എന്താടാ? ആർക്കിയോടെറിക്സ്. അപ്പോൾ അതിന് ഉദാഹരണം. ഇനി മൂന്നാമത്തൊക്കെ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ദിനോസറുകൾ, മാമത്തുകളൊക്കെ എന്താണ്? വംശനാശം സംഭവിച്ചിനി അല്ലേ? നമുക്കെന്ത് ഇതൊക്കെ ഫോസിൽ കൂടെ കിട്ടി. പല എന്തിലുണ്ട്? മ്യൂസിയത്തിൽ നമുക്ക് കിട്ടണില്ലേ? അപ്പോൾ ഇതിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലായി? പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന പല ജീവികളും എന്തായിരുന്നു? വംശനാശം സംഭവിച്ചു. ഉദാഹരണം ഡൈനോസറും മാമത്തും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഒബ്ജക്റ്റ് ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദി ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ ഏന്ന് തന്നിട്ടുണ്ട്, ബീന്ന് തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ഡി ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ പാർട്ട് വിച്ച് സെക്രേറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഏതാ? സിനാപ്റ്റിക് നോബ് അല്ലേ? രണ്ടാമത്തെ, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ ശ്രവിക്കുന്ന പാർട്ട്. രണ്ടാമത്തെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ആക്സോൺ. ബി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ആക്സോണാ. അപ്പോൾ ഇതേതാ? മൈലിൻ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് ദി സെൻറ്റർ ഓഫ് ന്യൂറോൺ വിച്ച് ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ്. അതായത് ന്യൂക്ലിയസും കോശാവയവങ്ങളുമുള്ള ന്യൂറോണിൻ്റെ കേന്ദ്രം ഏതാടാ? കോശശരീരം, സെൽ ബോഡി അല്ലേ? സൈറ്റോൺ അല്ലേ? ഒക്കെ പറയാം. ഓക്കെ, അടുത്ത ഭാഗം നോക്ക്. സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. ദി ബ്രാഞ്ചസ് വിച്ച് റിസീവ് മെസ്സേജ്. ഒരു ന്യൂറോൺ മെസ്സേജിനെ റിസീവ് ചെയ്യുന്ന ഭാഗം ഏതാ? ഇതല്ലേ? ഡെൻഡ്രൈറ്റ് അല്ലേ? അപ്പോൾ നോക്കിക്കോ, ശരിയായ ഉത്തരം നോക്ക്. ഒന്ന് സിനാപ്റ്റിക് നോബ്, മൈലിൻ ഷീത്ത്, സൈറ്റോൺ അല്ലെങ്കിൽ സെൽ ബോഡി, കോശശരീരം, പിന്നെന്താ? ഡെൻഡ്രൈറ്റ്. കുഴപ്പമില്ലല്ലോ, സെറ്റല്ലേ? അടുത്ത് കമ്പയർ ദ ഫംഗ്ഷൻ ഓഫ് സിമ്പതറ്റിക് സിസ്റ്റം ആൻഡ് പാരാസിമ്പതറ്റിക്. സിമ്പതറ്റിക് പറഞ്ഞാൽ എന്താടാ? നമ്മൾ പേടിക്കുന്ന സമയം, ഇപ്പം നമ്മൾ നടക്കുന്ന ഇടയിലെ മുമ്പിലൊരു 10 പട്ടികൾ കടിക്കാൻ വന്നു, സാർ പറഞ്ഞ ഓർമ്മല്ലേ? ആ പേടിക്കുന്ന സന്ദർഭത്തെ വിളിക്കുന്ന പേരല്ലേ സിമ്പതറ്റിക്? ആ പേടിക്ക് പോയി നമ്മൾ റിലാക്സ് ആവുന്ന സമയത്ത് പറഞ്ഞ പേരാണ് പാരാസിമ്പതറ്റിക്. അപ്പോൾ സിമ്പതറ്റിക് സമയത്ത് ഉണ്ടാവുന്ന നമ്മളെ മാറ്റം, കണ്ണിലെ പ്യൂപ്പിൾ എന്താവും? വികസിക്കൂലേ? കണ്ണു വികസിക്കൂലേ? 2 ഉമിനീർ ഉൽപ്പാദനം, സലൈവൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും, കുറയും. പേടിക്കുന്ന സമയത്ത് തൊണ്ടയിൽ വെള്ളം ഉണ്ടാവില്ലല്ലോ. അടുത്ത് ശ്വസനിക, നമ്മളെ ബ്രോങ്ക്യൂൾസ് എന്താവും? അല്ലേ, നമ്മൾ ശ്വാസം നല്ല കൊടുക്കില്ലേ? അതിന് കാരണം എന്താ? ഇത് വികസിക്കും, എക്സ്പാൻഡ് ചെയ്യും. ഹൃദയമിടിപ്പ്, ഹാർട്ട് ബീറ്റ് എന്താവും? ഇൻക്രീസ് ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ത്? പാരാസിമ്പത്തറ്റിക് കിട്ടോ. അപ്പോൾ ഒന്ന് പഠിച്ചാൽ മതി, അതിൻ്റെ ഓപ്പോസിറ്റ് പഠിക്കുക. ഇനി അടുത്ത് എന്താണ്? അഗ്നേൽ ഗ്രന്ഥിയിൽ ഹോർമോൺ ഉൽപ്പാദനം എന്താവും? കൂടും. പേടിക്കുന്ന സമയത്ത് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്ന 2 ഹോർമോൺ ഉണ്ട്, അതിന് ഉൽപ്പാദനം കൂടുന്നു. അടുത്താണ് ദഹന പ്രവർത്തനം മന്ദീഭവിക്കും, സ്ലോ ഡൗൺ ചെയ്യും. പേടിക്കുന്ന സമയത്ത് നമ്മൾ ദഹന പ്രവർത്തനം മൊത്തം എന്താവും? കുറയും. ഫുഡ് കഴിച്ചാൽ ദഹന പ്രവർത്തനം, ഡൈജഷൻ പ്രോസസ്സ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യും. അടുത്തതാണെന്ത്? സ്ലോ ഡൗൺ പെരിസ്റ്റാൾസിസ്. ഇതൊക്കെ ദഹനത്തെ സഹായിക്കുന്ന. പെരിസ്റ്റാൾസിസ് ആണ് ഇങ്ങനെ വേവ് ലൈക്ക് മൂവ്മെൻറ്റ്, തരംഗ രൂപത്തിൽ ഭക്ഷണം പോണേന്ന് പറഞ്ഞ പേരാണെന്ത്? പെരിസ്റ്റാൾസിസ്. ഇതൊക്കെ എന്താവും? സ്ലോ ഡൗൺ ചെയ്യും. ഇനി ലാസ്റ്റത്താണ് റിട്ടേൺ യൂറിൻ, മൂത്രം എന്താവും? തടഞ്ഞു നിർത്തും. ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആണെന്ത്? പാരാസിമ്പതറ്റിക്. എന്താണ്? പാരാസിമ്പതറ്റിക്. ഇനി അടുത്ത് നോക്കൂട്ടോ, ഈ ചിത്രം നോക്കണം. ഈ ചിത്രം തന്നിട്ട് ലാസ്റ്റത്തേന് ഉത്തരം എഴുതാനാ? ചിത്രം നോക്കിയിട്ട് ഉത്തരം എഴുതാൻ. അടുത്ത് വിച്ച് തിയറി ഓഫ് എവല്യൂഷൻ ഷോൺ ഇൻ ദിസ് ഇല്ലുസ്ട്രേഷൻ. ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്ന പരിണാമ സിദ്ധാന്തം ഏതാണ്? ലാമാർക്കിൻ്റെ സിദ്ധാന്തം അല്ലേ? ലാമാർക്കിസം അല്ലേ? ഇനി അടുത്ത് ഈ സിദ്ധാന്തത്തിൻ്റെ കാരണം എയിൽ നിന്ന് ബിയിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? ഇതാണ് എ, ഇതല്ല ബി. ഇത് സാഹചര്യം എന്താ? ഫുഡ് സ്കാർസിറ്റി, ഭക്ഷണം കിട്ടാത്തതുകൊണ്ടല്ലേ? നോക്കുക. ഇനി അടുത്ത് മൂന്നാമത്തെ, ഹൗ ഡു സച്ച് കണ്ടീഷൻ ലീഡ്സ് ടു ദി എമർജൻസ് ഓഫ് ന്യൂ സ്പീഷീസ്. പ്രസ്തുത സാഹചര്യങ്ങൾ പുതിയ ജീവിവർഗങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെ? ഇതിൻ്റെ ആൻസർ നോക്കടാ. എന്താണ്? ലാമാർക്കിസം, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടർ, സ്വയാർജ്ജ സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം. വേറെ പേരാണ് കേട്ടോ, ഓർത്ത് വെക്കുക. അടുത്ത് ഇനി ഇവിടെ എന്താണ്? ഭക്ഷണ ദൗർലഭ്യം, ഡ്യൂ ടു ദി ഫുഡ് സ്കാർസിറ്റി സ്ട്രെച്ച് ദെയർ നെക്ക് ആൻഡ് റീച്ച് ദ ലീവ്സ് ഫോർ എ ഹയർ ബ്രാഞ്ചർ ആൻഡ് ഇലോങ്ങേറ്റഡ് ഓഫ്
ഇലോങ്ങേഷൻ ഓഫ് നെക്ക് ഹാപ്പൻ. അതായത് താഴത്തുനിന്ന് ഫുഡ് കിട്ടാതായി ഫുഡ് കഴിഞ്ഞു. അതാണ് ഫുഡ് സ്കാർസിറ്റി, ഭക്ഷണ ദൗർലഭ്യം. അപ്പോൾ എന്തായി, കുറച്ച് കവുത്ത് നീട്ടാൻ തുടങ്ങിയില്ലേ. അതായത് ഭക്ഷണ ദൗർലഭ്യം മൂലം ഉയരം കൂടിയ ചില്ലകളിലേക്ക് ഇലകൾക്കായി കവുത്ത് നീട്ടിയതിൻ്റെ ഫലമായി ജിറാഫിൻ്റെ കഴുത്ത് എന്തായി, നീളം കൂടിയെന്നാ. ഇത് എങ്ങനെയാണ് പുതിയ സ്പീഷീസ് ആയി മാറുക? എന്താ, നീളം കൂടിയ കഴുത്തുകൾ ആദ്യ സ്വഭാവം അടുത്ത തലമുറയിലേക്ക് എന്താവും, കൈമാറ്റം ചെയ്യപ്പെടുകയും നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ ആവിർഭവിക്കുകയും ചെയ്യുന്നു. അതായത് എലോങ്ങേഷൻ ഓഫ് നെക്ക്, എ ആക്വേർഡ് ക്യാരക്ടർ ട്രാൻസ്മിറ്റഡ് ടു ജനറേഷൻ ആൻഡ് ലീഡ്സ് ടു ദി എമർജൻസ് ഓഫ് ജിറാഫ് വിത്ത് ലോങ്ങർ നെക്ക്. നമ്മളെ ലാമാർക്ക് പറഞ്ഞെന്താ, നല്ല കഴുത്ത് നീണ്ട് ജിറാഫിന് ഉണ്ടാകുന്ന കുട്ടികൾ മൊത്തം എന്തേകാരം, കവുത്ത് നീണ്ട കുട്ടികൾ. നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടില്ല മക്കളെ. അപ്പോൾ എൻ്റെ മക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ലൈവ് കാണാം. ഓക്കെ, നമ്മൾ ഈസി ആയിട്ട് സെറ്റാക്കിയിട്ട് എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ അത് ആദ്യം കണ്ടു വെക്കുക. അപ്പോൾ കുറച്ചുകൂടി എന്താവും, ഈ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് ഒബ്സർവ് ദി ഇലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ എക്സ് എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ട്. എന്താണ് എക്സ് എന്ന് ചോദിച്ചു. എക്സ് എന്താടാ, മൈൽഡ് റൈറ്റ് ടു ഫങ്ഷൻസ് ഓഫ് എക്സ്. മൈൽഡ് ഷീറ്റിന്റെ ഫംഗ്ഷനെ ചോദിച്ചു. ഹൗ ഡു ദി സ്ട്രക്ചറൽ കോമ്പണൻസ് ഡിഫറൻസ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അതായത് കേന്ദ്ര നാഡി വ്യവസ്ഥയിലും പെരിഫറൽ നാഡി വ്യവസ്ഥയിലും ഇതിൻ്റെ നിർമ്മാണ ഘടകങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാ. നോക്കിക്കോ, എന്താണ് അവിടെ, എന്താണ് മാലിഷീത്ത് എന്നാ, മാലിഷീത്തല്ലേ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ബൈ മെസ്സേജ്. പിന്നെന്താ, ആക്ടിങ് ആസ് ഇൻസുലേറ്റർ, പ്രൊവൈഡ് ന്യൂട്രീഷൻ. പിന്നെന്താ, പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറി. 4 2 നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. എന്താണ്, ആവേഗം കൊണ്ട് പ്രസരണ വേഗത വർദ്ധിപ്പിക്കുന്നു, നാഡീകോശങ്ങളുടെ പ്രേഷണം ലഭ്യമാക്കുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നു. അങ്ങനെ ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. 4 എൻ്റെ മക്കൾ 2 എഴുതാം. ഓക്കെ, സെറ്റല്ലേ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് മസ്തിഷ്കത്തിന് സുഷുമ്നയിലും മൈലിൻ ഉണ്ടാക്കിയതിനോടാ ഒളിഗോഡെൻഡ്രോസൈറ്റിനോട്. എന്നാൽ ബാക്കിയുള്ള ശരീരത്തിൻ്റെ എല്ലാ സെൽസിലോട് ഉണ്ടാക്കിയതിനോടാ ഷ്വാൻ സെല്ല്. അല്ലേ, നമ്മൾ ആ ലൈവിൽ പറഞ്ഞ ഓർമ്മയില്ല മക്കളെ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ മക്കൾക്ക്. ഇത് ഇപ്പം 4 മാർക്കിൻ്റെ ഏറ്റവും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസാണ്. നമ്മളിതിൻ്റെ പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഇനി നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ നോക്കി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാത്ത് ഓഫ് എവല്യൂഷനും പിന്നെ നമ്മളെ ജെനറ്റിക്സ് ഓഫ് ലൈഫൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് സാറ് നമ്മൾ ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഗമാണോ സംശയം അതൊക്കെ എൻ്റെ മക്കൾ എന്താവുക, ആ സ്പെസിഫിക് പാർട്ട് മാത്രം നോക്കിയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോകണം. അപ്പോൾ ഓക്കെ മക്കളെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണും വരെ ബൈ.